മഹി വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് അത്രയ്ക്ക് ഉപകാരം ചെയ്തിട്ടുള്ള കുട്ടിയാ. മഹി വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. മഹിയോ? ചെല്ലപ്പേര് വിളിക്കാൻ നീ അവളുടെ ആരാടാ? അയ്യോ, ഞാനൊരു പാവം ടാക്സി ഡ്രൈവറാ. സ്നേഹം കൊണ്ട് വിളിച്ചു പോയതാ. എങ്കിലേ നീ ഇവിടെ നിൽക്ക്, ഞാൻ ചെന്ന് മഹിയെ വിളിച്ചോണ്ട് വരാം. അതെ, ഇങ്ങനെയാ വേണ്ടത്. വൈകിയാലേ വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും. നിനക്ക് ഞാൻ വെയിറ്റിംഗ് ചാർജ് തരുന്നുണ്ട്, നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മോനെ, മോനെ ഹരിക്കുട്ടാ, എടാ മോനെ. ഓ, ഇവനൊന്ന് വിളിച്ചാലും കേക്കില്ലല്ലോ. എന്തൊരു കഷ്ടാ നോക്കി. ഹരിക്കുട്ടാ, എന്താ മാം? നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഒരു പ്രശ്നമുണ്ട്. എന്താ മാം? എടാ, ആ ടാക്സിക്കാരൻ പിന്നെയും വന്നിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ച് അവൻ മഹിമയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്നൊന്ന് അറിയണ്ടേ? അത് ചോദിക്കണ്ടേ? വിവരം അറിയണമല്ലോ. തീർച്ചയായും ചോദിക്കണം. എടാ, അവൾക്കും അവനോട് എന്തോ ഒരു ചായവുണ്ട്. അതുകൊണ്ടാണ് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ അവന്റെ ടാക്സി വിളിക്കുന്നത്. മേലാൽ ഇവിടെ വരരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ. എന്നിട്ട് എന്ത് ധൈര്യത്തിലാ പിന്നെ അവൻ ഇവിടെ കേറി വന്നിരിക്കുന്നത്? എന്റെ അമ്മ പറയുന്നതിന് പുല്ല് വിലയാവൻ കൽപ്പിക്കുന്നെങ്കിൽ അവനെ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അമ്മ വാ. പിന്നെ ഒന്ന് വിരട്ടി വിട്ടാ മാത്രം മതി. ഇനി അവൻ ഇവിടെ വരരുത്. അത് ഞാൻ ഏറ്റുമാം. എന്താടാ അതിന്റെ പേര്? ടാക്സി ഡ്രൈവർ. നിനക്ക് വേറെ പേരൊന്നുമില്ലേ? തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. എന്താടാ വീട്ടിൽ കയറി വന്ന് തർക്കുത്തരം പറയുന്നോ? ഇവിടുത്തെ കുട്ടി ടാക്സി വിളിച്ചിട്ട് വന്നതാ ഞാൻ. ഇവിടെ ആർക്കും നിന്റെ ടാക്സി ആവശ്യമില്ല. നിന്റെ പാട്ടെടുത്തോണ്ട് പോ. ടാക്സി വിളിച്ചാൾ പറയട്ടെ, പൊയ്ക്കോളാൻ. ടാക്സി വിളിച്ചവളുടെ അമ്മയെ ആങ്ങളെയാ പറയുന്നത് പൊക്കോളാൻ. എന്താടാ മര്യാദയുടെ ഭാഷയൊന്നും നിനക്ക് മനസ്സിലാവില്ലേ? എടാ പോടാന്ന് വിളിക്കുന്നതാണോ മര്യാദയുടെ ഭാഷ? എങ്കിൽ നിന്നോടും ആ ഭാഷ സംസാരിച്ചാൽ മതിയല്ലോ. പാലപ്പടിക്കലും മുറ്റത്ത് വന്ന് നിന്നിട്ട് അഹങ്കാരം കാണിക്കാൻ മാത്രം നീ വളർന്നോടാ നായേ. ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഈ മുറ്റത്ത് കയറരുതെന്ന് പറഞ്ഞാൽ കയറരുത്. പറയുന്ന അനുസരിച്ചില്ലെങ്കിലേ ഈ ജന്മത്തെ നീ ഇനി വളയം പിടിച്ച് ജീവിക്കില്ല. ഞാൻ എങ്ങനെ ജീവിക്കുന്ന ഓർത്ത് നീ വിഷമിക്കണ്ട. വളയം പിടിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാ ഞാൻ ഈ ടാക്സി വാങ്ങിയത്. ഏത് കുട്ടിച്ചാത്തൻ ഓട്ടം വിളിച്ചാലും ഞാൻ പോവുകയും ചെയ്യും. ഓടുന്ന കിലോമീറ്ററിന് എണ്ണി പറഞ്ഞ് ഞാൻ ചാർജ് വാങ്ങുകയും ചെയ്യും. ആ പരിപാടി ഇവിടെ വേണ്ടെന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. ഇനിയും നിനക്കത് മനസ്സിലായില്ലെങ്കിൽ നിനക്ക് ഞാൻ അത് മനസ്സിലാക്കി തരാം. ദേഹത്തോട്ടുള്ള കളി വേണ്ട മോനെ. നല്ല തഴമ്പുള്ള കയ്യാ. ഒരൊറ്റ അടി വെച്ച് തന്നാ നിന്റെ പല്ല് മുഴുവൻ നിലത്ത് വീഴും. പിന്നെ എണ്ണി പറക്കേണ്ടി വരും. ആ ചോദ്യം അമ്മയുടെ പൊന്നു മോനോട് ചോദിക്കും. ഈ വീട്ടിൽ വരുന്നവരെ തടയാനും ചോദ്യം ചെയ്യാനും ഹരീഷേട്ടൻ എന്താ അധികാരം? എന്റെ അനുജത്തിമാരെ ശല്യം ചെയ്യുന്നവരെ ചോദ്യം ചെയ്യേണ്ടത് എന്റെ കടമയാ. നാട്ടുകാർ ചേർന്ന് ഹരീഷേട്ടന്റെ തലയിൽ ഒരുത്തിയെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ, അവളെ നിലയ്ക്ക് നിർത്തിയാ മതി. കന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ, ഹരീഷ് നിന്റെ ഏട്ടനാ. ആ അവകാശം അവനുണ്ട്. ഏട്ടൻ ഈ കുടുംബത്തിന് ചെയ്ത സഹായങ്ങളുടെ ചരിത്രമൊക്കെ എനിക്കും അറിയാം. ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയണോ ഞാൻ? ഇനിയും കൂടുതൽ സഹായമൊന്നും വേണ്ട, പ്രത്യേകിച്ച് എനിക്ക്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ജെയിംസ് കുട്ടി, വണ്ടി എടുക്ക, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇങ്ങോട്ട് വാടി. എത്രയ്ക്ക് ധിക്കാരായ നിനക്ക്? അടങ്ങി നിന്നോ, ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ കാണും. ഇപ്പൊ എന്റെ സ്വഭാവം ഇത്തിരി ചീത്തയാ. അമ്മ കൈന്ന് വിട്.
ജെയിംസ് കുട്ടി വണ്ടി എടുക്ക്. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം അമ്മ. ശീതൾ, ഇങ്ങ കയറി പോരെ, നനയണ്ട. അത് സാരമില്ല, ടൈറ്റാനിക് പോലും മുങ്ങിപ്പോയില്ലേ, പിന്നെയാണോ നിന്റെ ഒരു കടലാസ് വഞ്ചി? കേറി വാ, നമുക്ക് വേറെ വെള്ളം ഉണ്ടാക്കാം. ശീതൾ, വാ പോകാം നമുക്ക്. താമസിച്ച അച്ഛൻ എന്നെ വഴക്ക് പറയാ. നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് വരാംന്നേ. വാ വാ. ഞാനിടയ്ക്ക് വഴക്ക് പറയും, വേണ്ടി വന്നാൽ നല്ല അടിയും വെച്ചു തരും. നിനക്ക് പിണക്കം തോന്നുവോ? മോൾക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നോ? നിന്റെ അമ്മയാവാനുള്ള പ്രായം എനിക്കില്ല. കഷ്ടായി പോയല്ലേ? നീ കുഞ്ഞുമാവയാവാന്നോ? കൊള്ളാം. വാ. മോൾക്ക് ചപ്പാത്തി അല്ലേ വേണ്ടേ? എങ്ങനെയുണ്ട് ഫുഡ്? മോക്ക് ഇഷ്ടായോ? നീ ഇങ്ങോട്ട് ഇരിക്കേ. ഇനി നമുക്ക് തനിയെ വിളമ്പാവുന്നല്ലേ ഉള്ളൂ. ഇരിക്കേ. നിനക്ക് എല്ലാത്തരം പാചകം അറിയാല്ലേ? മീറ്റ്, ഫിഷ്, വെജ്, പുളിങ്കറികള്, ഇതൊക്കെ ഉണ്ടാക്കാൻ എവിടെന്നാ പഠിച്ചേ? ഞാൻ എല്ലായിടത്തും കുക്കായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞ വേലക്കാരി. ആദ്യം കാളിയങ്കൽ വീട്ടിൽ, പിന്നെ പാലപ്പടിക്കൽ വീട്ടിൽ. അപ്പോ എന്റെ വീട്ടിൽ മാത്രമേ ജോലി ചെയ്യാണ്ടിരുന്നുള്ളൂ അല്ലേ? എങ്ങനെ ഉണ്ടാക്കിയാലും എല്ലാവരും കുറ്റം പറയും. അതുകൊണ്ട് ഓരോ തവണയും കൂടുതൽ നന്നാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാ ഇത്രയെങ്കിലും ഒക്കെ പഠിച്ചത്. അതെന്തായാലും നന്നായി. ജോലി എന്താണെങ്കിലും അത് കഴിയുന്നത്ര ഭംഗിയായിട്ട് ചെയ്യണം. അത് അമ്മ പഠിപ്പിച്ച പാഠമാ. അത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. പക്ഷേ എന്റെ ഭാര്യയായിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പോ ആ ജോലി നീ ഭംഗിയാക്കാൻ ശ്രമിച്ചില്ല. നിസ്സഹകരണ പ്രസ്ഥാനം ഒന്ന് കേട്ടിട്ടുണ്ടോ നീയെ? ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യാണ്ടിരിക്കുക എന്ന് വെച്ചാ സ്വന്തം ഡ്യൂട്ടി ചെയ്യാതെ മനഃപൂർവ്വം വിട്ടുനിൽക്കുക. അതൊരു സമരമുറയാ. ഗാന്ധിയാ തുടങ്ങി വെച്ചേ. പത്ത് വർഷം മുൻപാ, ബ്രിട്ടീഷുകാരുടെ കാലത്ത്. പിന്നീട് അങ്ങനെ ഒരു സമരമാർഗത്തെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല. ഒടുവില് എനിക്കത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിച്ചു.
എന്റെ കല്യാണം കഴിഞ്ഞപ്പോ. നീ ആ സംരംഭം ഭംഗിയായിട്ട് നടത്തി എന്റെ വീട്ടില്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. കൊള്ളാം, നടക്കട്ടെ അല്ലേ? ബ്രിട്ടീഷുകാർ തോര് സ്ഥലം വിട്ടു, പക്ഷേ തമ്പി തോക്കില്ല. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം കൊള്ളാവോ അല്ലേ മോളെ? ഓഹോ, നീ ഇപ്പൊ എന്നെ വിട്ട് ചെറിയമ്പഴ വർഷത്ത് ചേർന്നു. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ നിർത്തിയാ മതി ജെയിംസുട്ടി. യാത്രക്കാർ പറയുന്നിടത്ത് നിർത്തുക എന്നുള്ളതാ ടാക്സിക്കാരുടെ ചുമതല. ഒരു ടാക്സിക്കാരൻ വീട്ടിൽ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ടാക്സിക്കാരനായിട്ടാണോ ഞാൻ ജെയിംസുട്ടി കരുതിയിരിക്കുന്നത്? ജെയിംസുട്ടി ഇപ്പൊ വീട്ടിലോട്ട് വന്നാ അമ്മയ്ക്ക് പിടിക്കൂല, അമ്മ വഴക്കിന് വരും. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് വഴക്ക് ഇഷ്ടം. ഒടുവിൽ എന്നോടും വഴക്കിന് വരുവോ? സംശയം എന്താ? ഞാനത് വിലയ്ക്ക് വാങ്ങിക്കുന്നവനാ. ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ ഞാനത് അങ്ങോട്ട് പോയി വാങ്ങിക്കും. ഓവ്, ഇങ്ങ് വന്നേക്ക്. വരച്ച വരയില് നിർത്തും ഞാൻ ഈ വഴക്കാളിയെ. ഈ കൈ കൊണ്ടല്ലേ വരയ്ക്കുന്നത്? സാരമില്ല. അയ്യോ, അമ്മയാ. ഇത്രയും വൈകിയതിന് അമ്മയുടെ ഫയറിംഗ് ഉറപ്പാ. അക്കൂട്ടത്തില് ജെയിംസൂട്ടിയെ കണ്ട അമ്മയ്ക്ക് പിന്നെ കലിയിളക അത് മതി. അതെ, തന്റെ അമ്മയുമായിട്ട് എനിക്കൊന്ന് പോരടിച്ചാ കൊള്ളാമെന്ന്. സാധാരണ അമ്മായിയമ്മയും മരുമോളും തമ്മിലാ പോര്. പൊന്നുമോൻ ചരിത്രം തിരുത്തി കുറിക്കോ? ഞാനെന്തിനും തയ്യാറാ, ഒരു വാക്ക് പറഞ്ഞാ മതി. തൽക്കാലം അടങ്ങിയിരിക്കും മോനെ, സമയം വരുമ്പോ ഞാൻ പറയാം. ഞാൻ പോവാ. അതെ, ആ, ടാക്സി കൂലി തന്നില്ലല്ലോ. ആഹാ, ഇനി ടാക്സി കൂലിയും കൂടി വേണോ? ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ഞാൻ അമ്മയോട് കണക്ക് പറഞ്ഞ് വാങ്ങിച്ചോളാം. ഇന്നത്തെ ടാക്സി കൂലി ദാ. കൊള്ളാം. പക്ഷെ ഇത് കൊടുത്താലോ ഒന്നേ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പറ്റത്തില്ല. പോടാ, നിനക്ക് ഞാൻ സ്വന്തമായിട്ടൊരു പെട്രോൾ ബാങ്ക് തന്നെ തരാം, സ്ത്രീധനമായിട്ട്. പോരെ? ധാരാളം. പോട്ടെ. അനങ്ങാതിരിക്ക, തലയിട്ടിങ്ങനെ വെട്ടിക്കാതെ. കെമിക്കൽസ് ഉള്ള ഷാമ്പു ഒന്നും എല്ലാ ദിവസവും ഉപയോഗിക്കരുത്. മുടിക്കും കണ്ണിനും ഒക്കെ അത് കേടാ. മുത്തശ്ശിമാരുടെ ബ്യൂട്ടി ടിപ്സ് ആയിരുന്നു ഇതിനേക്കാളൊക്കെ മെച്ചം. ചെമ്പരത്തിത്താളി, കുറുന്തൊട്ടിത്താളി, കറ്റാർവാഴ. നിങ്ങൾക്ക് കിടക്കാറായില്ല ഇതുവരെ? ആഹാ, നീ ചെറിയമ്മയെ കയ്യിലെടുത്തു ഇത്ര പെട്ടെന്ന്? ചില സമയത്ത് കൊഞ്ചലും പിടിവാശിയൊക്കെ കൊച്ചുകുട്ടികളെക്കാൾ അധികമാ. കൈ പിടിക്കുന്നത് പോലെ തന്നെ കൈ വിടാനെന്തിനാ ചെറിയമ്മക്കറിയാം. അതുകൊണ്ട് അധികം സ്റ്റാർട്ടിങ് കാണിക്കണ്ട. ആ, നിങ്ങൾക്ക് ആ മുറിക്ക് എടുക്കാം, ഞാൻ എപ്പുറത്തുണ്ടാവും. ആ, പരിചയമില്ലാത്ത സ്ഥലമല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കണ്ട. ശരി, ഗുഡ് നൈറ്റ്. മോള് കിടന്നു, ഞാൻ കിടന്നോളാം. മോള് കിടക്ക്.
ചേഴ്സ്. ഇങ്ങനൊരു ശീലം കൂടിയുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. എനിക്കിതൊരു ശീലമല്ല. ഇത് ഞാനും എൻ്റെ ഉള്ളിലെ ഞാനും തമ്മിലൊരു കമ്പനി കൂടുന്ന. ഞങ്ങൾ തമ്മിൽ മിക്കപ്പോഴും കാണാറില്ല, സംസാരിക്കാറില്ല, ഒന്നും ചർച്ച ചെയ്യാറുമില്ല. ഒരാളുടെ ഉള്ളിൽ തന്നെയാണോ രണ്ടുപേരും? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എല്ലാവരുടെ ഉള്ളിലുണ്ട്, ആരും കാണാൻ മെനക്കെടാറില്ല. ഇങ്ങനെ മദ്യം കഴിച്ചാലേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇതൊരു റിലാക്സേഷന് വേണ്ടിയാ. വിഷം കഴിച്ചാണോ റിലാക്സ് ചെയ്യുന്നത്? എന്തിലാ വിഷമില്ലാത്ത? ശ്വസിക്കുന്ന വായുവില്, കുടിക്കുന്ന വെള്ളത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ. പിന്നെ നമ്മൾ കാണുന്ന പല മനുഷ്യരും അടി തൊട്ടും മുടി വരെ വിഷമല്ലേ? ആ കൂട്ടത്തിൽ പെടുവോ നരേന്ദ്രൻ തമ്പി എന്ന മനുഷ്യനും? അതൊക്കെ പോട്ടെ, എന്റെ മോളുമായിട്ട് നീ നന്നായിട്ട് ഇണങ്ങിയോ? എനിക്ക് അവളോട് പിണക്കൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊന്നുമില്ല. നീ അവളോട് അനിഷ്ടം കാണിച്ചിട്ടുണ്ടെന്നും വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അവളോടല്ല, നരേന്ദ്രൻ തമ്പി എന്ന ക്രൂരനായ മനുഷ്യനോടായിരുന്നു എനിക്ക് ദേഷ്യം. ഓക്കെ, എന്നിട്ടിപ്പോഴോ? ഇപ്പോഴും എന്റെ പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല. ശീതൾ സ്വന്തം മകളല്ലാന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവൾ ആരുടെ മകളാണ്? അന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന ശിവജി എന്ന ആളിന്റേതാണോ? അല്ല. കൽപ്പന തിവാരി അവകാശപ്പെടുന്നുണ്ടല്ലോ അവരുടെ മകളാണെന്ന്. ആണോ? ഒരിക്കലും അല്ല. പിന്നെ എന്ത് അധികാരത്തിൽ ആ സ്ത്രീ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയാണെന്ന അവകാശവാദം എന്തുകൊണ്ടാ പൊളിച്ചു കൊടുക്കാത്തത്? എന്തുകൊണ്ടാ ആ വീട്ടിൽ നിന്ന് അവളെ ആട്ടി ഇറക്കാത്തത്? അവൾ നിങ്ങളുടെ ഭാര്യയോ കാമുകിയോ അല്ല. പിന്നെ എന്തിന്റെ പേരിലാ കൽപ്പന ശീതളിനെ വിട്ടുകൊടുക്കണോന്ന് ആവശ്യപ്പെടുന്നത്? കൽപ്പനയ്ക്ക് ഒരു അവകാശമില്ല. കണക്ക് തീർക്കണോന്ന് അവൾ കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ. എന്ത് കണക്കാ തീർക്കാനുള്ളത്? എല്ലാം ഞാൻ പറയാൻ വേണ്ടി ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഇന്ന് രാത്രി എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്ക്. ഞാനല്പം റിലാക്സ് ചെയ്യട്ടെ. നിന്റെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി പറയും നാളെ. ഒരു ചെറിയ ചോദ്യം. നരേന്ദ്രൻ തമ്പി എന്നയാൾ ഇതിനു മുൻപ് ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ വിവാഹം കഴിച്ച ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ് നീയാ. ഹലോ. ആ കാർ പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരി. നിന്നെ ഞാനൊന്ന് കാണാൻ വന്നതാ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. പറഞ്ഞാ മനസ്സിലായില്ലടാ. ഇറങ്ങടാ ഇങ്ങോട്ട്. ഇതിന്റെ 4 ടയറിന്റെ കാറ്റ് കുത്തി വിട്ടേക്ക്. നീ വരുത്തനാണോടാ? ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. എന്താടാ അതിന്റെ ഉദ്ദേശം? കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ വളക്കുന്നതാണോടാ നിന്റെ പ്രധാന പരിപാടി? നീ എന്ത് വിചാരിച്ചടാ നായെ? പാലപ്പടിക്കലെ പെണ്ണിനെ ചോദിക്കാനും പറയാനും ആണുങ്ങളാരും ഇല്ലെന്ന് കരുതിയോ? എന്താടാ നിനക്ക് മഹിമയായിട്ടുള്ള ബന്ധം? രണ്ടെണ്ണം കൊടുത്തിട്ട് ചോദിക്കുക ഹരീഷേ. അവന്റെ വായിൽ നാക്കുണ്ടെന്ന് അറിയണമല്ലോ. നിന്റെ വായിൽ എന്താ പഴമാണോ? ഒന്നും പറയാല്ലേ നിനക്ക്? ഇനി പാലപ്പടിക്കലെ കോമ്പൗണ്ടിലൊക്കെ നീ കാല് കുത്തിയാ നിലത്തി ഔട്ടി അടക്കാൻ നിനക്ക് കാല് കാണില്ല. തലമറന്ന് കളിക്കല്ലേ മോനെ. ഈ നല്ല പ്രായത്തിൽ തന്നെ വായിലെ പല്ല് പോവും. ശേഷിച്ച കാലം മുട്ടിലഴഞ്ഞ് നടക്കേണ്ടി വരും.
ഇനി എവിടെ വെച്ചെങ്കിലും നിന്നെയും മഹിമയും ഒരുമിച്ച് കണ്ടാൽ തീർത്ത് കളയും ഞാൻ, നായിന്റെ മോനെ. ഇനി മേലിൽ നിന്റെ ഈ പരട്ട ടാക്സി ചെങ്ങന്നൂരിലെ ഒരു സ്റ്റാൻഡിലും കാണരുത്. കണ്ടാൽ ഞാനിത് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. വണ്ടി മാത്രമല്ല, അതിനകത്തിട്ട് നിന്നെയും. പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ ഹരീഷ്, ഓർത്തോ?